ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന് എത്തിയതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എൻ്റെ അറബിക്ക് 2 പെമ്മക്കളാ. അവർക്ക് റീൽസ് എന്ന് പറഞ്ഞാൽ പ്രാന്ത. അവർക്ക് ഇപ്പോഴേ വഞ്ചിയിൽ നിന്ന് തുഴയണ റീൽസ് എടുക്കണം. അതിനൊരു വഞ്ചി വേണമെന്ന് പറഞ്ഞ് ഞാനാണ് എത്തിച്ച് കൊടുക്കാമെന്ന് പറയുകയും ചെയ്ത്. ഇതൊക്കെ ഗൾഫിൽ സംഭവം കിട്ടും. എന്നാലും നമ്മൾ ഇവിടെ പണിതല്ലേ നമുക്ക് എന്തെങ്കിലും തടയുള്ളൂ. പണിക്കാരാ അതൊക്കെ ഞാൻ ഗൾഫിൽ വെച്ച് തന്നെ വിളിച്ചവരെ പറഞ്ഞ് ഏർപ്പാടാക്കി അവരോട് പണിയും തുടങ്ങിയെന്നാണ് പറഞ്ഞത്. എന്തായാലേ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാം. ഞാൻ നോക്കട്ടെ എന്തായെന്ന്. ഹലോ ഹലോ, ഞാൻ ഗൾഫിൽ നിന്ന് വന്നു സണ്ണി. ഞാൻ കോന്നിന്ന് വന്നാനി. കണ്ടപ്പോഴേ തോന്നി. ഞാൻ അറിവ് പറഞ്ഞിട്ട് വരുവാ. എന്നാ തിരിച്ചു പോകുമ്പോ സംസ്കൃതം പറഞ്ഞിട്ട് പോ. താങ്ക് യു. സമൃദ്ധ വാർത്താഹ സുയന്ത പ്രവാചക പരവേന്ത സഹരാഹ. ഇത് പറയാൻ വേണ്ടിട്ടാണ് താൻ ഇങ്ങോട്ട് വന്നത്. അത് വിട്, നിന്റെ ആശാനെ ഞാൻ വിളിച്ചെല്ലാ കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഫോട്ടോ എടുത്ത് എനിക്ക് അറബിക്ക് അയച്ചു കൊടുക്കണമെന്ന്. ആശാൻ ഒരു പണി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിശ്രമയില്ല. ആശാൻ എന്തേ 2 മിനിറ്റ് വിശ്രമിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കടപ്പുറത്തേക്ക് പോയതാ. നീയല്ലേ പറഞ്ഞു ആശാൻ ഒരു പണിയെടുത്താ വിശ്രമിക്കുകയായിരുന്നു. ഈ വിശ്രമം ഒന്ന് കഴിയട്ടെ, പിന്നെയല്ലേ ശ്രമം. പണി തുടങ്ങാനുള്ള ശ്രമം, ഫുഡ് കഴിക്കാനുള്ള ശ്രമം. ദൈവം ഇതിനിടയ്ക്ക് എപ്പോഴാണ് പണിയണത്? ഇത് കഴിഞ്ഞ പിന്നെ പരാക്രമ. അത് പണി തീർക്കാനുള്ള പരാക്രമം. ഉളിയും കൊട്ടുപടി എടുത്ത് സഞ്ചിക്കാത്തിട്ടും 5-10 വണ്ടി ഇപ്പൊ പോവടാന്നും പറഞ്ഞോട് കാണിക്കുന്ന ഒരു പരാക്രമമുണ്ട്. അതാണ് കാണേണ്ടത്. എപ്പോ പണി തീർക്കും? നിങ്ങളെ ടെൻഷൻ അടിക്കണ്ട, കൃത്യസമയത്ത് തന്നെ പണി തീർത്തു വരും. അങ്ങനെ പണി തീർത്താൽ നിന്നെ നിന്റെ ആശാനെ ഗൾഫിലേക്ക് ഞാൻ കൊണ്ടുപോകും. അറബിക്ക് എടുത്തല്ല പിന്നെ നിങ്ങളുടെ പണി കൂടെ നടക്കണം. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല, ആലപ്പുഴ അളിയൻ 2 ഹൗസ് ബോട്ട് ഉണ്ട്. അതല്ല, പാസ്പോർട്ട് എടുത്തിരുന്നോന്ന്. സാറിന്റെ പാസ്പോർട്ട് എന്തേ? എന്റെ കയ്യിലുണ്ട്. പിന്നെ എന്നോട് എടുത്തിട്ട് ചോദിച്ചിട്ട് വല്ല കാര്യം? എന്തായാലും എനിക്ക് ഈ സാധനം ഒന്ന് കാണണം. അത് കാണാൻ പറ്റത്തില്ല. ബോർഡ് കണ്ട ഇതെന്താണ് അകത്ത് പ്രവേശനം? ആശാനും നിർബന്ധ. അകത്ത് പണി നടക്കുമ്പോ ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊതി കിട്ടത്തില്ലേ? എന്റെ കൊതി കിട്ടാനകത്ത് കോഴിക്കോടനല്ലോ അല്ലേ ഉണ്ടാക്കി വെച്ചിരുന്നത്. എന്തായാലും എനിക്ക് ഇന്ന് വൈകുന്നേരം സാധനം കിട്ടണം. ഇന്ന് കിട്ടത്തില്ല, ഇന്ന് 1-ാം തീയതിയാ. കൊലക്കുടി കുടിക്കണ കാര്യമാണോ പറയണത്? ആരാണ്ട് വിളിക്കണു. ദൈവമേ, അറിവ് വിളിക്കണു. പെട്ടെന്ന് റെഡിയാക്കി. ഞാൻ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യട്ടെ. ഹലോ, ആശാനെ. ഹലോ ആശാനെ, ഇങ്ങനെ ചെവിക്കാത്ത ഇങ്ങനെ കുത്തി കുത്തിയല്ല ആശാന്റെ ഒരു ചെവി പോയത്. കാലത്ത് തന്നെ ഇരുന്ന് കൊഞ്ഞനം കുത്താതെ ഇടത്തോട്ട് വാടാ. അപ്പൊ ഇതാണ് പോയത്. എന്റെ ആശാനെ ഇതുപോലെ കുത്തി കുത്തി ഈ ചെവിയും കളഞ്ഞാ പിന്നെ എനിക്ക് സഹിക്കത്തില്ല കേട്ടാ. അല്ലെങ്കിലും എനിക്കറിയാടാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് സഹിക്കൂല. അയ്യോ, അതുകൊണ്ടല്ല, മുതലാളിമാര് വിളിക്കുന്ന തെറി മുഴുവൻ ഒറ്റയ്ക്ക് കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിനക്ക് എന്നോട് ആത്മാർത്ഥമായിട്ട് പറയരുത്. ആശാന്റെ ആത്മാർത്ഥത ചൂഷണം ചെയ്യരുത്. ആശാൻ ഇല്ലാത്തപ്പോ ഓടി കണ്ട് പണിയെടുത്ത് ബാക്കിയുള്ള നിക്കർ വരെ കീറിയാവാ. എന്റെ ദൈവം, എന്നിട്ട് ആ കീറ നിക്കറിട്ടാണോ നീ കുന്തക്കാലിൽ ഇരുന്ന് പണിയെടുത്തിരുന്നത്? വെറുതെ അല്ല കൊട്ടയില് വീലില്ലാണ്ടിട്ട് കടപ്പുറത്തെ പെണ്ണുകൾ കൂക്കി വിളിച്ച് നടന്നത്. ആശാനെ, എന്റെ മരദേവതേ, ആശാന് പണി അറിയാൻ പാടില്ല ദേവതയെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, ഞാൻ മരദേവതയെന്നാടാ പറഞ്ഞത്. ഈ ദേവതയെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പണി ഏൽപ്പിച്ച ആളെ ഒന്ന് വിളിക്കണം. എന്ത് കാര്യത്തിന്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നമ്മൾ ഈ പണി ഏൽപ്പിച്ചെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. എന്നത്തെ പോലെ കൂമിന് കുത്ത് കിട്ടാൻ ഞാനില്ല. എടാ, കുത്ത് കിട്ടാതിരിക്കണെങ്കിൽ കുരുത്തം വേണം, കുരുത്തം. ഈ കുരുത്തം നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ആപ്പിൾ മരത്തിന്റെ ചോട്ടിന്ന്. ഐസക് ന്യൂട്ടൻ അവിടുന്ന് ഗുരുത്തം കിട്ടിയത്. ഒരു പട്ടിയെ കഷ്ണം കിട്ടുമോ? പുതച്ചു കുത്താനാണ്. പുതച്ചു കുത്താനല്ല, തലയിൽ പൊളിക്കാൻ. എടാ, ഞാൻ ആ കുരുത്തത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എടാ, പണിയിൽ എന്റെ അച്ഛനാണ് എന്റെ ഗുരു. എല്ലാ വീട്ടിലും കാണും ഇതുപോലെ ഒരാള്. എന്റെ വീട്ടിൽ എന്റെ അമ്മാവനെ എനിക്ക് ഗുരു. എന്റെ ദൈവമേ, പണിക്ക് അപമാനമായിട്ട് ഇവൻ എന്റെ കൂടെ തന്നെ നടക്കുകയല്ല. എടാ, ഗുരു അല്ല, എന്റെ ഗുരുനാഥൻ, അതായത് എന്റെ അച്ഛൻ. ഈ ഗുരുനാഥൻ ഇന്നേ വരെ നല്ലൊരു പണി പിടിച്ച് തന്നിട്ടുണ്ടാ? തുണ്ടല്ല. എടാ, കഴിഞ്ഞ ദിവസം തൃശ്ശൂര് ഒരു വലിയൊരു പണിയല്ലേ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, പരിചയമില്ല, ആരാന്ന് ചോദിച്ചു. അച്ഛൻ ഒരു ഗമക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്, തീർത്തിട്ടേ പോകുള്ളൂ. എന്നിട്ട് മുയലുകുഞ്ഞിനെ പൊക്കിയെടുക്കണ്ടല്ലേ പൊക്കിയെടുത്തത്. ആദ്യം തിടിക്കാനാ മുയലുകുഞ്ഞിന്റെ 2 പല്ല് പോയി. ഇപ്പൊ ആ ഗുരുനാഥൻ ചിരിക്കും വിടില്ല, കുതിരാന്തരകത്തിന്റെ കവാടം പോലെ ഇരിക്കുക മോണ. അങ്ങനെ എന്നാ മോണക്ക് ബോർഡ് കൂടി വെൽക്കം ടു പാലക്കാടെന്ന്. അതുകൊണ്ടല്ല, തർക്കുത്തരം പറയുവാടാ. ഇപ്പൊ എത്രണ്ണടിച്ച്? 2 തർക്കുത്തരം പറയുവാടാ. എന്താണ് മിനിമം 3 ആണ് എന്റെ കണക്ക്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ